ഹലോ അസ്സാം വലൈക്കും. നമ്മൾ വീട്ടിലെപ്പോഴും ഇഫ്താറിന് ഒരു ഐറ്റം ഒരു ഓയിൽ ഫ്രീ എപ്പോഴും ആക്കാറുണ്ട്. അധികം ഈ സാൻഡ്വിച്ച് ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കോൾഡ് ചിക്കൻ സാൻഡ്വിച്ചാണ്. ഈസിയാന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയൊരു ഐറ്റംസേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം നമ്മളിങ്ങനെ എടുക്കണം. കാരണം ഈ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബ്രെഡ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പം ഇതിൻ്റെ ഉൾഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഒരു കുക്കുംബറിൻ്റെ മാത്രം ആണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ എടുത്തിട്ട് കളയുക. എന്നിട്ട് ചെറിയ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അളവെന്ന് പറയുന്നത് ഈ ഒരു കുക്കുംബർ മാത്രം മതി ഒരു വലിയ സാലഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ചിക്കൻ സാലഡ് എന്നാണ് നമ്മളിത് പറയാറ് ഫില്ലിങ്. കാരണം ഓയിലൊന്നുമില്ല, എല്ലാം പച്ചക്കറി ഐറ്റംസ് എല്ലാം ഒന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കക്കരി മുറിച്ചത് തേച്ചും തന്നെ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ അത്ര ഉണ്ടാവും. പിന്നെ ക്യാരറ്റാണ് 2 ടേബിൾ സ്പൂൺ. ഇത്രയും ചെറുങ്ങനെ ചോപ്പ് ചെയ്തതാണിത്. നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, എളുപ്പമാകും അന്നേരം. പിന്നെ ലെറ്റസാണ് 2 ടേബിൾ സ്പൂൺ അത്ര. പിന്നെ ഉള്ളിയും ഇതേപോലെ തന്നെ വെരി നൈസായിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്, അത് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂണിൻ്റെ ക്യാബേജ്, പിന്നെ 1 കപ്പിൻ്റെ അത്ര തന്നെ ചിക്കൻ ബോയിൽ ചെയ്തതാണ്. ഉപ്പ് ഇട്ടിട്ടാണ് ചിക്കൻ ബോയിൽ ചെയ്തത്, എന്നിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്തതാണ്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മയനീസ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ മയനീസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം അതും കൂടി ചേർക്കാം. ഇതിൻ്റെ പ്രത്യേകത ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ 1 ടീസ്പൂണിൻ്റെ അത്ര ക്രഷാക്കിയ വൈറ്റ് പെപ്പറാണ്. ഈ വൈറ്റ് പെപ്പർ തന്നെ ഇടണം. കാരണം ബ്ലാക്ക് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ട് തന്നെ വേറെ തന്നെ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് പെപ്പറാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ സോൾട്ടും ചേർത്ത് ചില ആൾക്കാർ ഇതിൽ ഉപ്പ് തീരെ ഇടില്ല. കാരണം മയനീസിൽ ഉപ്പില്ലോണ്ട് ആ ഉപ്പ് തന്നെ മതിയാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സോൾട്ടി ടേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യുക. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട്, അത് കളയണ്ട, നമുക്കത് യൂസ് ചെയ്യാം. നോമ്പിനൊക്കെ നമുക്ക് ശരിക്കും ഇഫ്താറിനൊക്കെ കടിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണമല്ലോ. അപ്പോൾ അത് എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്രഷ് ബ്രെഡ്, ഞാൻ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ മിക്സ് നമ്മളെ ഈ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ മയനീസിൻ്റെ, ഇത് എടുത്തിട്ട് നിങ്ങൾ നേരത്തെ ആക്കുന്നതാണെങ്കിൽ ഇത് വേഗം തന്നെ ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കക്കരിൻ്റെ ഞാൻ പറയുന്നതാണ് മറ്റേ ഉള്ളിലത്തെ ഭാഗം സീഡൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കീയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മയനീസും അതും കൂടിയിട്ട് നല്ലോണം വെള്ളം കീഞ്ഞു പോകും. പിന്നെ ബ്രെഡ് ഭയങ്കര സോഗിയായിപ്പോവും. അപ്പോൾ ഈ സ്പ്രെഡ് ഇങ്ങനെ ചിക്കൻ്റെ ഫില്ലിങ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈസിയാണ്. ഞാനിപ്പം ഇഫ്താറിനെല്ലാം എടുക്കുമ്പോൾ ഒരു ഫുൾ ബ്രെഡ് തന്നെ എടുക്കും. പിന്നെ അത് എത്തുകയും ചെയ്യില്ല, കാരണം എല്ലാവരും അത് അധികമാണ് കഴിക്കാറ്. കാരണം അത് ഓയിൽ ഫ്രീ ആയതുകൊണ്ട്. പിന്നെ തണുത്തതാണല്ലോ, ഇത് തണുപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ ഇത് നേരത്തെ ആക്കിയിട്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇത് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ബ്രെഡിലെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈവൻ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കണമെങ്കിലും തന്നെ ഇത് നല്ലൊരു സ്നാക്കുമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം. ഫ്രഷ് ബ്രെഡ് തന്നെ ഉപയോഗിക്കണം. ഇതിന് പഴയ ബ്രെഡ് ഉപയോഗിച്ചാൽ പൊടിഞ്ഞു പോവും. പിന്നെ ഈ സാലഡും ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാം കൂടിയിട്ട് പൊടിഞ്ഞിട്ട് വരും, ഇതിങ്ങനെ ഫേമായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ കോൾഡ് ചിക്കൻ സാൻഡ്വിച്ചാണ് ഇത് പറയാറ്. നല്ലോണം തണുപ്പിക്കണം. ഇത് കുറച്ച് മണിക്കൂർ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പം നമ്മൾ രാവിലെ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളൊരു വൈകിട്ട് മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് കഴിക്കാനില്ല റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പാർട്ടികളിൽ സെർവ് ചെയ്യാനും ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക.